അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെയില് അനാലിസിസ് വീഡിയോ ആണെന്ന്. അപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു 10K ഡിഫറൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ഷോപ്പ് ഷോർട്ടർ ആയിട്ടാണ്, 3 ഷോപ്പ് എക്സ്ട്രാ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ആഴ്ച. സോ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഓഫ്ലൈൻ സെയിൽസ് ഒരു പീരിയോഡിക്കലി ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വേയിൽ ഒരിക്കലും പോവില്ല. ഒരു എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വേവ് ലെങ്ത്തിൽ പോവില്ല. ഈ ഓഫ്ലൈൻ സെയിൽസ് മെയിൻലി ഡിപ്പെൻസ് ഒരു സീസൺ ബേസ്ഡ് ബിസിനസ്സിലാണ്. അപ്പം സീസൺ ബേസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കറന്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയിൻ നമ്മുടെ മാനുഫാക്ചറിങ് പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഉപ്പിലിട്ട ഐറ്റംസ്, അതുപോലെ തന്നെ അച്ചാർ ഐറ്റംസുകളാണ്. അപ്പോൾ അത് ഒരു പീരിയോഡിക്കലി നമുക്കൊരു സ്റ്റേബിളായിട്ട് പോകും. സ്റ്റേബിളായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഒരു സീസൺ അല്ലാത്തൊരു ടൈമുണ്ട് അതിനും. അപ്പോൾ പിന്നെ ആ ഒരു സമയത്താണ് നമ്മളൊരു റീപാക്കിംഗ് ഐറ്റംസ്, അതായത് നമ്മളെ ഡേറ്റ്സ്, ഇപ്പൊ റമദാനൊക്കെ വരികയാണ്. അപ്പം അതിന് ആ ഒരു ഇതിന്റെ സീസൺ ആവുമ്പോൾ നമ്മൾ ആ ഒരു സംഗതി നമ്മൾ പിന്നെ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ആ ഒരു സെയിൽസ് ഗ്രാഫ് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഗതി കൊണ്ടുവന്നത്. സോ ഇവിടെ നമ്മൾ ഓഫ്ലൈൻ സെയിൽസിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സീസൺ ബേസ്ഡാണ്. അപ്പം നമുക്കൊരു കറക്റ്റ് ഒരു പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ചിലപ്പോൾ ആ ഗ്രാഫ് പൊന്തും, ചിലപ്പോൾ താവും. അപ്പോൾ ഈ ഒരു സീസൺ ബേസ്ഡ് സംഗതിയാണ് ഈ ഒരു ദിവസം കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു നോമ്പിന്റെ ഒരു ദിവസമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അന്നൊരു ഹൈ ഗ്രോത്ത് കാണിച്ചു. അപ്പം പിന്നെ ഇന്ന് സംബന്ധിച്ച് ഇന്ന് അങ്ങനത്തെ ഒരു ഇത് വരുന്നില്ല. ഇനി നെക്സ്റ്റ് വീക്ക് ഈ ഒരു സംഗതി, ഈ ഒരു ഗ്രാഫ് മാറാൻ ചാൻസ് ഉണ്ട്. കാരണം റമദാനാവും ആ ഒരു ടൈമിലാവുമ്പോൾ. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ, ആ ഒരു അർജൻസി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, സെയിൽസ്മാൻ ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഈ ഒരു അർജൻസി, ഈ അർജന്റ് ആയ ആൾക്കാർ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കഴിഞ്ഞ പ്രാവശ്യം 26 സ്റ്റോറുകളാണ് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം പിന്നെ ഇന്ന് നമ്മൾ 29 സ്റ്റോർ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതി എന്താ വെച്ചാൽ, നമ്മൾ 3 ഷോപ്പ് എക്സ്ട്രാ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് ക്ലിയർലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ സെയിൽസ് മെയിൻലി നടക്കുന്നത് ഒരു ആവശ്യത്തിന്റെ ബേസിലാണ്. അപ്പം ആ കടക്കാർ, റീസെല്ലർ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അയാൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് അയാളത് വെക്കുള്ളൂ. അപ്പൊ ഈ ആവശ്യം എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ് സെയിൽസിൽ. അപ്പൊ അതുണ്ടെങ്കിലേ ആ ഒരു സെയിൽസിന് മൂവ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് ഈ സീസണിലൊക്കെ വരുമ്പോൾ കച്ചവടക്കാർക്ക് സാധനം നല്ല ആവശ്യം ഉണ്ടാവും. അപ്പം അവർ കൂടുതൽ വെക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മളെ സെയിൽസ് ഒക്കെ ഇൻക്രീസ് ആവുന്നത്. അപ്പം അതാണ് ഇന്നത്തെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാല്. അപ്പോ ഒരു 10K ഡിഫറൻസ് ആണ് ഉള്ളത്. സോ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ ഇനി ഈ റമദാൻ സീസണിൽ അടുത്ത നെക്സ്റ്റ് വീക്കിലൊക്കെ ഒരു ബൂം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.